ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ്. അപ്പം നമ്മൾ ഇന്ന് പാണ്ടിക്കാട് ഭാഗത്തേക്ക് ഇങ്ങനെ ഉള്ള ഒരു യാത്രയിലാണ്. അപ്പോൾ യാത്ര ഏകദേശം ഉച്ച സമയമായി. നമ്മളിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്പോട്ട് തപ്പി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്പോട്ടിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് മുൻപ്. അപ്പോൾ ആ ഒരു സ്പോട്ടിൽ ഭക്ഷണം കഴിക്കാൻ കയറുക എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഏകദേശം ഉറവുമ്പുറം കഴിഞ്ഞ് മുന്നോട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മളെ ഇല്ലം തിയേറ്ററിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട്. ആ റോഡിന് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് മേലാറ്റൂരിലേക്ക് എത്താനൊക്കെ പറ്റും. ആ റോഡ് തുടങ്ങുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ആ ഒരു വളവിലായിട്ട് നമുക്കൊരു ഹോട്ടലുണ്ട്. അതിനങ്ങനെ പ്രത്യേകിച്ച് പേരും കാര്യങ്ങളൊന്നും ഇല്ലയെന്നാണ് ഞാൻ തോന്നുന്നത്. അവരുടെ ഫുഡ് ഐറ്റംസിൻ്റെയൊക്കെ പേരുകളാണ് അതിൻ്റെ മുൻഭാഗത്ത് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെയാണ് വണ്ടി നിർത്തിയത്, അവിടെയാണ് കയറിയത്. നമ്മൾ ബിരിയാണിയാണ് പറഞ്ഞത്. ഇവിടുത്തെ ബിരിയാണിക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ആണ്. ചിക്കൻ പീസ് അല്ലാത്ത എല്ലാ സാധനവും, റൈസ് ആയിക്കോട്ടെ, സാലഡ്സ് ആയിക്കോട്ടെ, അച്ചാറായിക്കോട്ടെ, പപ്പടമായിക്കോട്ടെ, പപ്പടമൊക്കെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്ന സ്പോട്ട് അങ്ങനെ അധികം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അധികം കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്പോട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ ബിരിയാണിയിലേക്ക് കിട്ടുന്ന ചിക്കൻ നല്ല വലിയ 2 കഷ്ണങ്ങൾ തന്നെയാണ് നമുക്ക് ചിക്കൻ കിട്ടിയിട്ടുള്ളത്. പിന്നെ നല്ല പൊരിച്ചെടുത്തിട്ടുള്ള റോസ്റ്റാക്കി എടുത്തിട്ടുള്ള ചിക്കനാണ് ബിരിയാണിയിൽ വരുന്നത്, ദമ്മല്ല. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. റൈസൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള റൈസിലാണ് അവർ ബിരിയാണി ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ചില്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില്ലിയും ബിരിയാണി റൈസുമാണ് അവൻ കഴിച്ചത്. ചില്ലിയും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ അവരുടെ സാലഡ്സൊക്കെ എടുത്ത് പറയേണ്ടതാണ് കേട്ടോ, നല്ല ടേസ്റ്റി ഒരു സ്റ്റൈല് സാലഡ്സാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പുട്ടും ബീഫുമാണ്. പുട്ടും ബീഫും നല്ലൊരു കോമ്പിനേഷനാണ് അല്ലേ. നല്ല വരട്ടി വെച്ചിട്ടുള്ള ആവി പറക്കുന്ന ബീഫും അതേപോലെ തന്നെ ആവി പറക്കുന്ന പുട്ടും. ആ ബീഫ് ആ പുട്ടിലേക്ക് തട്ടിയിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് വായിലേക്ക് വെച്ചാൽ വായിൽ വെള്ളം വരും അല്ലേ. പിന്നെ അവിടുത്തെ ഒരു ആംബിയൻസ് എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. നല്ല രസമുള്ളൊരു ആംബിയൻസ് ആണ്. അവരൊരു ഫിഷ് ടാങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരുപാട് രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ടേബിൾസും അവരുടെ ആ ചെയറിൻ്റെ അല്ലെങ്കിൽ ബെഞ്ചിൻ്റെ ആ ഒരു സ്റ്റൈലും ഒക്കെ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു സ്റ്റൈലാണ് അല്ലേ. പിന്നെ അവിടെ ബീഫ് ബിരിയാണി സെർവ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ബീഫ് ബിരിയാണി ഓർഡർ ചെയ്ത പ്രകാരം ഇങ്ങനെ എടുത്തു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 2-3 കഷ്ണം ബീഫൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ അതിന് മുകളിലേക്കായിട്ട് റൈസ് ഫില്ല് ചെയ്തിട്ടാണ് അവർ സെർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബീഫ് ബിരിയാണിയും വറുത്താണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട്. പുറത്തു നിന്ന് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാവും. ഒരു വെറൈറ്റി സ്പോട്ടാണ്. നല്ലൊരു പച്ചപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല മനോഹരമാക്കി സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ ഈവനിങ് സമയത്തൊക്കെ ഈവനിങ് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പുറത്ത് ബെഞ്ചും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. വളരെ രസകരമായി പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിൽ സ്റ്റൈലിഷായി ചെയ്തിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഫുഡ് കഴിക്കാനൊക്കെ താല്പര്യമുള്ള ആളുകൾ നേരെ വന്നോളൂ. ദോശ ഐറ്റംസ് ഉണ്ട്, പാൽക്കപ്പ, അങ്ങനെയുള്ള കഞ്ഞി, നെയ്ച്ചോറ്, ബിരിയാണി, അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാം വെറൈറ്റി ഐറ്റംസ് തന്നെയാണ്. എല്ലാം നല്ല ടേസ്റ്റി വിഭവങ്ങളാണ് എന്നുള്ളതാണ് ഇവരുടെ ഒരു എടുത്തു പറയേണ്ട പ്രത്യേകത കേട്ടോ.